ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ് 8 CBSE നമുക്കറിയാം നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്ന പെർട്ടിക്കുലേറ്റ് നാച്ചർ ഓഫ് മാറ്റർ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ബോയിലിംഗ് ആൻഡ് ഇവാപറേഷൻ. പറയുമ്പോൾ രണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പല മക്കൾക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇവാപറേഷനും ബോയിലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താ ഇത് സംഭവം? നമുക്കറിയാം ഇവാപറേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഇതെന്താണ്? ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ്. എല്ലായിടത്തും ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു ടെമ്പറേച്ചറിലും നടക്കുന്ന ഒരു ഫിനോമിനൻ ആണ് അല്ലെ. ദ സ്ലോ കൺവേർഷൻ ഓഫ് എ ലിക്വിഡ് ഇൻടു വേപ്പർ occurring only at the surface which happens at temperatures below the boiling point. അതായത് നമ്മളിപ്പോ വാട്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ വാട്ടർ ബോയിൽ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. എന്നാൽ അതിന് മുന്നേ തന്നെ ആ ടെമ്പറേച്ചർ എത്തുന്നതിന് മുന്നേ തന്നെ നടക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ് എന്ത് നമ്മൾ ഈ പറഞ്ഞ ഇവാപറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വാട്ടർ സൈക്കിളിന്റെ ഒക്കെ ഒരു ഭാഗമാണ് ഈ ഇവാപറേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് സർഫസ് വാട്ടർ എന്താവുന്നുണ്ട്? വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ ഇവാപറേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലോത്ത്സ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നല്ല മഴയൊക്കെയാണ്, മക്കളെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രൈ ആയി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അയലിൽ വിരിച്ചിടാറുണ്ട് അല്ലെ. വലിയ ബുദ്ധിമുട്ടാണ് അതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. കാര്യം ഇപ്പൊ അത്ര കണ്ട എന്തില്ല, നമുക്ക് ആ ഹീറ്റ് നമുക്ക് കിട്ടാറില്ല അല്ലെ. എന്നാൽ നല്ല സമ്മർ സീസണിലാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എത്ര പെട്ടെന്നാണ് നമ്മുടെ തുണിയൊക്കെ ഉണങ്ങി കിട്ടുന്നത്. ഇതെന്താ സംഭവം? നമ്മുടെ ക്ലോത്തിനകത്തുള്ള വാട്ടർ ഉണ്ടല്ലോ അത് എന്ത് ചെയ്യാണ്? ശരിക്കും ഇവാപറേറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ നമ്മളെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ ഇവാപറേഷന്റെ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ ടെമ്പറേച്ചറിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമ്മർ സീസണിൽ മാത്രമൊന്നും അല്ല ക്ലോത്ത് ഉണങ്ങാറുള്ളത്. പക്ഷെ അപ്പൊ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉണങ്ങി കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ ഇപ്പൊ പറയുന്ന ഫ്ലോർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തുടച്ച് ക്ലീൻ ആക്കി ഇടാറില്ലേ? നിങ്ങൾ ചെയ്യാറില്ലേ? അപ്പൊ അങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഫാൻ ഒക്കെ ഓൺ ചെയ്യും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഫാൻ ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ പറയുന്ന വെള്ളമൊക്കെ എവിടെയാടാ പോകുന്നേ? എവിടെയാ പോകുന്നേ? ഇവാപറേഷനിലൂടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലേ. വാട്ടർ വേപ്പർ ആയിട്ട് മാറുക ചെയ്യുന്നേ. സോ ഇതൊക്കെ എന്താണ്? നാച്ചുറലി നടക്കുന്ന ഒരു ഫിനോമിനൻ ആണ്. അപ്പൊ എന്താണ് ബോയിലിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിനലിൽ നിന്നും നമ്മുടെ ഇവാപറേഷനുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവാപറേഷൻ എപ്പോഴും മക്കൾ മനസ്സിലാക്കുക അതൊരു സർഫസ് ഫിനോമിനൻ ആണ് അല്ലെ. അതിന് ബോയിൽ ചെയ്യിക്കണം എന്നുള്ള ഒരു നിബന്ധനയും ഇല്ല. ബോയിലിംഗ് പോയിന്റിന് മുന്നേ തന്നെ നടക്കുന്ന ഒരു സർഫസ് ഫിനോമിനൻ. ഈ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾ, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മോളിക്യൂൾ ഒക്കെ എന്തായി പോകുന്നു? അതിന്റെ ഗാഷ്യസ് സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ആവുന്നതാണ് ഇവാപറേഷൻ. നേരെ മറിച്ച് ബോയിലിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ബോയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബൾക്ക് ഫിനോമിനൻ അല്ലെ. നിങ്ങൾ നോക്കിയേ, നമ്മളിതാ താഴെ അടുപ്പത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ചായക്കൊക്കെ വെള്ളം വെച്ച് മറന്നുപോയാൽ അത് വറ്റിപ്പോവും. എങ്ങോട്ടായി പോകുന്നേ? ഈ പറയുന്ന പോലെ വേപ്പറൈസ് ചെയ്ത് പോവാണ്. പക്ഷെ അവിടെ നടക്കുന്നത് ആക്ച്വലി ബോയിലിംഗ് ആണ്. നമ്മളിങ്ങനെ ഈ പറയുന്ന എക്സ്റ്റേണലി നമ്മളിങ്ങനെ അതിനെ തീയൊക്കെ കത്തിച്ച് അതിന്റെ മുകളിലൊക്കെ വെക്കുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് ഈ വാട്ടറിന്റെ വാട്ടർ ആണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് മോളിക്യൂളിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹീറ്റ് എനർജി ഒക്കെ കിട്ടി അവരെല്ലാവരും എന്ത് ചെയ്യാണ്? ഇങ്ങനെ മുകളിലോട്ട് പോവാണ് നമ്മുടെ ബോയിലിംഗിന്റെ അകത്ത് അല്ലെ. അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അതിന് ആവശ്യമാണ്. ആ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ബോയിലിംഗ് എന്ത് ചെയ്യുന്നുള്ളൂ? സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവാപറേഷൻ അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് നമ്മൾ ടെമ്പറേച്ചർ പറയുവാണെങ്കിൽ ബോയിലിംഗ് occurs at a fixed temperature called boiling point. ഓരോന്നിനും ഓരോന്നാണ്. ഇപ്പൊ വാട്ടറിനാണെങ്കിൽ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. അതേപോലെ ഓരോന്നിനും എന്തുണ്ട്? ഒരു ബോയിലിംഗ് പോയിന്റ്, ഒരു ടെമ്പറേച്ചർ, ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ഉണ്ട്. അതിന് മാത്രമാണ് എന്ത് നടക്കുള്ളൂ? ബോയിലിംഗ് നടക്കുള്ളൂ. whereas evaporation occurs at all temperature below the boiling point. ബോയിലിംഗ് പോയിന്റിന് മുന്നേയുള്ള ഏതൊരു ടെമ്പറേച്ചറിലും എന്ത് നടക്കാം? ഇവാപറേഷൻ നടക്കാം. ഇനി ലൊക്കേഷൻ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ബോയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൾക്ക് ഫിനോമിനൻ ആണ്. അതായത് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കിച്ചണിലൊക്കെ പോയിട്ട് ശീലമുള്ള ആളുകൾക്ക് അറിയാം, കംപ്ലീറ്റ് ആയിട്ട് ഈ ബബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവാപറേഷൻ എന്ന് പറയുന്നത് എവിടെ മാത്രമേ നടക്കുള്ളൂ? ആ ലിക്വിഡിന്റെ സർഫസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഇനി കൈനറ്റിക് എനർജി, പാർട്ടിക്കിൾ കൈനറ്റിക് എനർജി അല്ലെ. ഡ്യൂറിംഗ് ബോയിലിംഗ് തെർമൽ എനർജി റാപ്പിഡ്ലി ഓവർകംസ് ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സസ് ത്രൂ ഔട്ട് ദ ലിക്വിഡ്. നമുക്കറിയാം ലിക്വിഡിൽ ഈ പറയുന്ന മോളിക്യൂൾസിന്റെ ഇടയിൽ ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. അതെന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബോയിൽ ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് അതിങ്ങനെ ബ്രേക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്, ഓവർകം ചെയ്തുകൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇവാപറേഷന്റെ സമയത്തോ ഈ സർഫസിലുള്ള പാർട്ടിക്കിൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്?
പിന്നെന്താ സർഫസിലുള്ള പാർട്ടിക്കിളില്ലേ, ഇവർക്ക് ഈ ഹൈ എനർജി കിട്ടുന്ന സമയത്ത് ഇവർ മാത്രമാണ് എങ്ങോട്ട് പോകുന്നത്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ആവുന്നത്. അപ്പൊ ഈ 3 പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതിൽ തന്നെ മെയിൻ ആയിട്ട് ഈ ടെമ്പറേച്ചറും ഇത് എങ്ങനെയാണ് നടക്കുന്നത്, സർഫസ് ഫിനോമിനൻ ആണോ ബൾക്ക് ഫിനോമിനൻ ആണോ, ഈ കാര്യങ്ങളൊക്കെ അധികവും എക്സാമിന് കണ്ട് അല്ലെ ഒരുപാട് ശീലിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ഈ ഇവാപ്പറേഷന്റെ കേസ് എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം മക്കൾ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇവാപ്പറേഷൻ ഇപ്പൊ നമ്മൾ 1-2 സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെ. അപ്പൊ എവറിഡേ ലൈഫിൽ നമ്മുടെ ഇവാപ്പറേഷൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാപ്പറേഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് നമ്മുടെ യോദ്ധാ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നമുക്ക് 10% ഓഫർ ഉള്ള ഈ ഒരു അവസരത്തിൽ മാക്സിമം എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് പോന്നോളൂ. അടിപൊളിയായിട്ട് ഇതാ ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ, അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ആരും മറക്കണ്ട. സോ തൽക്കാലത്തേക്ക് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പറഞ്ഞ കാര്യം ഓർക്കുക, ഇവാപ്പറേഷന്റെ എവറിഡേ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.